കേട്ടാലാവില്ല. അത്ര അധികം കേൾത്താൽ മതി. കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും കരുത്തരായ നിരയാണ് ഇരിക്കുന്നത്. ഇവർ മതേതരത്വം നിലനിർത്താൻ കേരളത്തിൽ പടവെട്ടിന് നേതൃത്വം കൊടുക്കാൻ ഈ അണിനിരന്നിരിക്കുന്ന നേതാക്കന്മാർ മതി. ഇത് മഞ്ചേശ്വരമാണ്. ഇവിടെയാണ് ഇന്ത്യയിൽ BJP പ്രളയമുണ്ടായപ്പോഴും അത് കേരളത്തിലേക്ക് കടക്കാതെ അണകെട്ടി നിർത്തിയ സ്ഥലമാണ് ഈ മഞ്ചേശ്വരം. അതൊരു ചെറിയ പണിയൊന്നുമല്ല. ആ ജോലി വളരെ മനോഹരമായി വീണ്ടും ഈ മാറിയ രാഷ്ട്രീയ പരിതസ്ഥിതിയിലും ഇവിടെ യുവാക്കൾ ഏറ്റെടുത്ത് നടത്തി ഒരു ദൗത്യം പൂർത്തിയാക്കി ഒരു മഹാസഞ്ചയത്തെ ഇവിടെ അണിനിരത്തിയിരിക്കുകയാണ് നമ്മുടെ സാദിഖ് അലിയും സുബൈറും അതുപോലെ തന്നെ ഈ ജാഥ അംഗങ്ങളായ ഈ യുവാക്കൾ. ഇപ്പൊ ഭൂമിയിലുള്ള നിങ്ങളും ആകാശത്തുള്ള അവരും അതുപോലെ തന്നെ റോട്ടിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാരുമെല്ലാം ചേർന്ന് ജാഥ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടില്ല, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. അതാണ് മുസ്ലിം ലീഗ്, അതാണ് മുസ്ലിം യൂത്ത് ലീഗ്. ഒരിക്കലും ചോരാത്ത കരുത്തുള്ള സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ. യുവാക്കളെയാണ് ഇവിടെ കാണുന്നതൊക്കെ. വേദിയിൽ മാത്രമല്ല, ഇവിടെ ഞാൻ പറഞ്ഞ ഭൂമിയിലും ആകാശത്തും റോട്ടിലും ഉള്ളത് യുവാക്കളാണ്. പല രാഷ്ട്രീയ പാർട്ടികളുടെയും വേദിയിലേക്കൊന്നങ്ങ് നോക്കിയാൽ, സദസ്സിലേക്കൊന്നങ്ങോട്ട് നോക്കിയാൽ മഷിയിട്ട് തരേണ്ടി വരും വയസ്സാകാത്ത ഒരു കുട്ടികളെ കാണാൻ. വയസ്സാകുന്നത് ഒരു വലിയ പാതകമൊന്നുമല്ല, പക്ഷേ വയസ്സന്മാരെ മാത്രമേ കാണുള്ളൂ എന്ന് വെച്ചാൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയല്ല. യുവാക്കളെ അവരുടെ വേദിയിൽ കാണാൻ വലിയ പ്രയാസമാണ്. യുവാക്കളെ അവരുടെ സദസ്സിൽ കാണാൻ വലിയ പ്രയാസമാണ്. ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം, CPM അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തുറന്നു സമ്മതിച്ചു, ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ചാക്ക്